ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കാൻ മറക്കല്ലേ. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാട്ടാണ് പോയത്. എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ എല്ലാ വർഷവും എക്സിബിഷൻ കാണാൻ പോകാറുണ്ട്. അപ്പോൾ പൂരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ വട്ടം. അല്ലെങ്കിൽ ഞങ്ങൾ പൂരത്തിന് മുമ്പാണ് പോകാറ്. പക്ഷേ വല്ലാത്തൊരു ചതിയായി പോയത്. ഇത്രയും തിരക്കാന്ന് വിചാരിച്ചില്ല. വെറുതെ പൈസ കയ്യിൽ നിന്ന് പോയെന്നല്ലാതെ വേറൊരു ഉപകാരവും ഞങ്ങൾക്ക് എക്സിബിഷന് പോയപ്പോൾ ഉണ്ടായില്ല കേട്ടാ. അതെന്താണെന്ന് കണ്ടു നോക്കിയാലോ. ഈ തിരക്കൊന്നും ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ കണ്ടില്ല കേട്ടോ. അത് തന്നെ ഞങ്ങൾ അതിന് തന്നെ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ വന്നപ്പോഴാണ് മനസ്സിലായത് പണി കിട്ടിയെന്ന്. അത്രയും തിരക്കായിരുന്നു. നമുക്കൊരു സാധനം നോക്കാനോ നടക്കാൻ പോലും പറ്റിയിരുന്നില്ല, അത്ര ചൂടും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ. സ്റ്റാർട്ട് ചെയ്യണത് തന്നെ നമുക്ക് ബെഡ്ഷീറ്റ്, സോഫ കവർ അങ്ങനത്തെ തന്നെ ആട്ടാ. പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കായി, നമുക്കൊന്നും നോക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിറയെ ടോയ്സിൻ്റെ സ്റ്റാളുകളാണ്. പക്ഷെ നമുക്കൊന്നും നന്നായി നോക്കാനോ ഒന്നിനും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ജസ്റ്റ് ആൾക്കാരെ കാണാൻ വന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതേ ഒരു രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബെഡ്ഷീറ്റിൻ്റെ കട ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കയറി നോക്കി ഭയങ്കര വിലയാട്ടോ അവർ പറഞ്ഞ. പിന്നെ ഇടയ്ക്കിൽ വെച്ചിട്ട് ഒന്ന് തിക്കും തിരക്കിനൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൾക്കാരൊക്കെ സൈഡിലേക്കുള്ള വഴി ഗ്യാപ്പിൽ കൂടെ ഒക്കെ കടന്ന് പുറത്തേക്ക് പോകട്ടെ, ചൂട് സഹിക്കാൻ വയ്യാതെ. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ടിക്കറ്റ് എടുത്താലേ ആ ഫുള്ളൊന്ന് കണ്ടിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എക്സിബിഷന് പോയിട്ട് ആകെ കൂടി വാങ്ങിയത് ഇതാട്ടാ, ജീരക മിഠായിയുടെ വെറൈറ്റികൾ. അത് ഇത്ര 250 ഗ്രാമിന് 100 രൂപ അങ്ങനെ എന്തായിരുന്നു. അപ്പം ഞങ്ങൾ അത് വാങ്ങി. പിന്നെ ഇത് രാജസ്ഥാൻ വളകൾ എന്ന് പറഞ്ഞു, പക്ഷെ അതിനൊക്കെ ഭയങ്കര വിലയാട്ടോ, അതൊന്നും വാങ്ങിയില്ല. കണ്ട നല്ല തിരക്കുണ്ട് ഓരോ ഭാഗത്താട്ടാ തിരക്കുകൾ. അത് കഴിഞ്ഞ് പിന്നെ ടോയ്സിൻ്റെ ഭാഗത്ത് ടോയ്സ് കണ്ടോടുകൂടി ആമയ്ക്ക് ഭയങ്കര വാശിയാമയ്ക്ക് കയറണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. വിചാരിച്ചു അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി നടന്ന് കാണാമെന്ന്. ഇത് ആമീനെ കണ്ടില്ലേ, ആമി ഭയങ്കര വാശിയില്ലാട്ടാ. ആമീനെ ടോയ്സിലൊന്നും കയറ്റാത്തതുകൊണ്ട്.
അപ്പോൾ ഞങ്ങൾ നടന്നു വരുമ്പോൾ അയ്യോ ഭയങ്കര തിരക്ക് പറ്റില്ല എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെ ചായയുടെ ഇത് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മിഷ്യൻ ചായ കേട്ടോ, ഒരു ചായയും ഒരു കാപ്പിയും വാങ്ങാമെന്ന്. എന്നിട്ട് അതൊക്കെ വാങ്ങി കുടിച്ച് പിന്നെ അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കണേ, പക്ഷെ അതൊന്നും കാണാൻ വയ്യായിരുന്നു, അത്രയും വയ്യാതെ ആ തിക്കും തിരക്കിലും വന്നിട്ടേ. അങ്ങനെ ഒരു വിധത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ചാടി എക്സിബിഷൻ്റെ ഉള്ളിൽ നിന്ന് അതേ അവിടെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടിൽ വന്നിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.